Then the next point we have to remember is reflex action. ഇത് നിങ്ങൾ പഠിച്ചതാ reflex action. So reflex actions are sudden actions and they are involuntary, occurring in the absence of our conscious mind, and they are controlled by a part of central nervous system, that is mainly the spinal cord. Central nervous systemത്തിന്റെ ഒരു പാർട്ട് കൺട്രോൾ ചെയ്യുന്ന ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന സ്പീഡിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുക. സഡൻ ഇൻവോളണ്ടറി ആക്ഷൻസ് occurring with the help of a part of central nervous system is called reflex action. Generally, reflex actions are occurring when we are touching on a highly hot object or highly cold object or a sharp object, etc., or by touching or seeing a poisonous creature. നമ്മളിങ്ങനെ അലസമായി നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു പോയ്സണസ് സ്നേക്കിനാണ് കണ്ടാൽ പെട്ടെന്നൊരു സ്റ്റോപ്പിങ്ങും ഒരു ബാക്ക്വേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവും നമ്മളറിയാതെ. ഇതിനാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയാം. എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് ദി നീ ജർക്ക്. നീ ജർക്ക് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. നീ ജർക്കിങ്. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കാല് മുട്ടിൻ്റെ അവിടെ മടക്കി താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഒരു ചെറിയ ഹാമർ കൊണ്ട് മുട്ടിൻ്റെ താഴെ ഇങ്ങനെ മെല്ലെ ടച്ച് ചെയ്താൽ നമ്മളറിയാതെ നമ്മുടെ കാലൊന്ന് പൊങ്ങിത്താവും. ഇതാണ് നീ ജർക്കിങ് എന്ന് പറയുന്നത്. Thus, for the reflex action, the action potential is passing through a specific route, and that route is called reflex arc. Reflex action നടക്കണമെങ്കിൽ ഇമ്പൾസ് ഒരു പ്രത്യേക റൂട്ടിലൂടെ പാസ് ചെയ്യണം. ആ റൂട്ടിനാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുക. For receiving that impulse, there is a receptor. അപ്പോൾ ആദ്യം ഒരു റിസപ്റ്റർ വേണം ആ സ്പെഷ്യൽ സ്റ്റിമുലസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. Then that action potential received by the receptor is passing through the afferent neuron. എന്നിട്ട് അത് അഫറന്റ് ന്യൂറോണിലൂടെ നമ്മുടെ CNS-ലേക്ക് പാസ് ചെയ്ത് പോകും ആ ഇമ്പൾസ്. Then through the afferent neuron it will reach in the dorsal root. അങ്ങനെ അത് ഡോർസൽ റൂട്ടിലൂടെ സ്പൈനൽ കോഡിലേക്ക് പ്രവേശിക്കും. ഡോർസൽ റൂട്ടൊക്കെ നിങ്ങൾ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. Then through the dorsal root it reach in the spinal cord. അങ്ങനെ അത് സ്പൈനൽ കോഡിലെത്തി. ഇനി സാധാരണയാണെങ്കിൽ എന്താ ഉണ്ടാവുക? Through the spinal cord it will reach in the brain, and in the brain that impulse is processed, and so we know what is happening. Then the brain produce the impulse and is transmitted into the effector organ for the action. എന്നിട്ടൊരു ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് വീണ്ടും ഇമ്പൾസ് മോട്ടോർ ന്യൂറോണിലൂടെ ആ സ്പെസിഫിക് ആക്ഷൻ ഏരിയയിൽ എത്തണം. ഇതാണ് സാധാരണ സംഭവിക്കുക. Here in the reflex action from the spinal cord, that impulse is returned back through an interneuron or connector neuron. ഈ അഫറന്റ് ന്യൂറോണിനെയും തിരിച്ചു കൊണ്ടുവരുന്ന ഇഫറന്റ് ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യാനൊരു കണക്ടർ ന്യൂറോൺ അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺ ഉണ്ടായിരിക്കും. ആ ഇന്റർ ന്യൂറോണിലൂടെ ഇമ്പൾസ് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നതിന് പകരം അതിനെ തിരിച്ച് മോട്ടോർ ന്യൂറോണിലേക്ക് വിടുക. ഇതാണ് ഇന്റർ ന്യൂറോൺ. സോ ത്രൂ ദി ഇന്റർ ന്യൂറോൺ ഇറ്റ് ഈസ് കമ്മിങ് ത്രൂ ദി ഇഫറന്റ് ന്യൂറോൺ. എന്നിട്ട് അത് ഇഫറന്റ് ന്യൂറോണിൽ എത്തും. ആൻഡ് ത്രൂ ദി ഇഫറന്റ് ന്യൂറോൺ ഇറ്റ് റീച്ച് ഇൻ ദി ഇഫക്റ്റർ ഓർഗൻ.
എന്നിട്ട് അതൊരു ഇഫക്റ്റർ ഓർഗനിലെത്തും. ആ ഇഫക്റ്റർ ഓർഗനിലെത്തിയാൽ ആ ആക്ഷൻ നടക്കും. അപ്പൊ ആ ആക്ഷൻ നമ്മൾ അറിയൂല. അറിയണമെങ്കിൽ ബ്രെയിനിലെത്തണം. ബ്രെയിനിലെത്തുന്നതിന് പകരം അത് ഇന്റർ ന്യൂറോണിലൂടെ തിരിച്ചു വിട്ടു. ഇതിനാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുക. അപ്പൊ ഈ റിഫ്ലക്സ് ആർക്കിന്റെ ഫ്ലോ ചാർട്ടും അറിയണം. റിസപ്റ്റർ, അഫറന്റ് ന്യൂറോൺ, ഡോർസൽ റൂട്ട്, സ്പൈനൽ കോഡ്, ഇന്റർ ന്യൂറോൺ, ഇഫറന്റ് ന്യൂറോൺ, ഇഫക്റ്റർ ഓർഗൻ. It is represented through a diagram in the textbook as an example of knee jerking. Knee jerking റിഫ്ലക്സിന്റെ എക്സാമ്പിളിലൂടെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ ചിത്രം തന്നിട്ട് അതിലൂടെയുള്ള റിഫ്ലക്സ് ആർക്ക് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ദി റിഫ്ലക്സ് ആക്ഷൻ. സഡൻ ഇൻവോളണ്ടറി ആക്ഷൻസ് controlled by a part of CNS. For this, the impulse is passing through specific route known as reflex arc, consisting of the receptor, afferent neuron, dorsal root, spinal cord, interneuron, efferent neuron, and effector. Then the next is the structure of eye and structure of ear. Both of these you have studied in the 10th class. So I am running through the structure. Firstly, the structure of eye. Eyes are placed in two pits in the skull known as orbit, and each eye is formed of 3 layers. അതിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. 3 ലെയറാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദി ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് എ ടഫ് സ്ട്രോങ് ലെയർ കോൾഡ് സ്ക്ലീറ. ഇറ്റ് ഈസ് വൈറ്റിഷ് ഇൻ കളർ. ഒന്നാമത്തെ ലെയർ വെളുത്ത കളറിൽ കാണുന്ന ലെയർ, നമ്മുടെ കണ്ണിൽ ആ വെളുത്ത പാർട്ട്, അതാണ് സ്ക്ലീറ. ബട്ട് the front part of sclera, about 1/5 part of sclera, is transparent, and that transparent front part of sclera is called cornea. പക്ഷെ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് വെളുത്ത കളറല്ല, പകരം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതിനാണ് കോർണിയ എന്ന് പറയുക. അപ്പോൾ കണ്ണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതാണ് സ്ക്ലിയറ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുറച്ച് എക്സ്റ്റെൻഡഡ് പാർട്ട്, ഇതിനാണ് കോർണിയ എന്ന് പറയുക. ഇത്രയും ഫ്രണ്ട് പാർട്ട് കോർണിയ, ഇത് സ്ക്ലിയറ. ദെൻ സെക്കൻഡ് ഈസ് കോറോയിഡ്. രണ്ടാമത്തെ ലെയറിനാണ് കോറോയിഡ് എന്ന് പറയുക. ദിസ് ഈസ് എ ലെയർ വിത്ത് ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് സോ ഇറ്റ് ഈസ് ബ്ലൂയിഷ് ഇൻ കളർ. കുറഞ്ഞ ബ്ലൂ കളറുള്ള രണ്ടാമത്തെ ലെയറിനാണ് കോറോയിഡ് എന്ന് പറയാം. അപ്പം ഇതിൻ്റെ താഴെയായിട്ട് ഒരു ലെയർ കോറോയിഡ്. ദിസ് ഈസ് കോറോയിഡ്. കോറോയിഡിൻ്റെ പ്രത്യേകത എന്താ? അതിൽ നിറച്ച് ബ്ലഡ് വെസൽ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്ന ബ്ലഡാണ് ഇതിനൊക്കെ നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ദെൻ ദിസ് കോറോയിഡ് ഈസ് എ തിൻ ലെയർ, ബട്ട് ഇൻ ദി ഫ്രണ്ട് ഇറ്റ് ബിക്കം തിക്ക്. പക്ഷെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ തിക്കായിട്ട് വരും. ഫ്രണ്ട് പാർട്ടിലേക്ക് ഇങ്ങനെ തിക്കായിട്ട് വരും. ആൻഡ് ദിസ് തിക്കൻഡ് പാർട്ട് ഓഫ് കോറോയിഡ് ഈസ് നോൺ ആസ് സീലിയറി ബോഡി. ഇതിനെന്താ പറയുക? സീലിയറി ബോഡി. ദെൻ ദിസ് സീലിയറി ബോഡി പൊസസ് സം ലിഗമെന്റ്സ്. ഇതിന്മേൽ കുറച്ച് ലിഗമെന്റ്സുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ligaments known as suspensory ligaments which hold a convex lens. അതിന്മേലാണ് ഒരു കോൺവെക്സ് ലെൻസ് ഉള്ളത്. ആ സസ്പെൻസറി ലിഗമെന്റ്സിന് കോൺവെക്സ് ലെൻസ് ഉണ്ടാവും. Then this ciliary body extend as an opaque colored part
ഈ സീലിയറി ബോഡി വീണ്ടും ഫ്രണ്ടിലോട്ട് ഒരു കളറുള്ള ഒപ്പെക് ആയിട്ടുള്ള പാർട്ടായിട്ട് മാറും. ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് ഐറിസ്. അതിനാണ് ഐറിസ് എന്ന് പറയുക. ദി കളേർഡ് പാർട്ട് ഒബ്സർവിങ് ഇൻ അവർ ഐ. നമ്മുടെ കണ്ണിൽ നോക്കിയാൽ ആ കളറ് കാണുന്ന പാർട്ടിനാണ് ഐറിസ് എന്ന് പറയുക. ദെൻ ഇൻ ദി സെന്റർ ഓഫ് ഐറിസ് ദർ ഈസ് എ ഗ്യാപ്പ്. ഐറിസിന്റെ സെന്ററിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് പ്യൂപ്പിൾ. Through that the light reflected from the object is falling on the lens. The diameter of that pupil is controlled by the muscles present in the iris. Irisillulla muscles ആണ് ആ പ്യൂപ്പിളുടെ ഡയമീറ്റർ കൺട്രോൾ ചെയ്യുക. ബ്രൈറ്റ് ലൈറ്റ് വന്നാൽ അത് ചുരുങ്ങും, ഡിം ലൈറ്റ് ആണെങ്കിൽ വികസിക്കും. So this is the structure present in the choroid. അപ്പോൾ choroidൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ആദ്യം സീലിയറി ബോഡി. ഫ്രണ്ടില് choroid കുറച്ച് കട്ടിയുള്ള പാർട്ടായിട്ട് മാറുക. അതിനാണ് സീലിയറി ബോഡി എന്ന് പറയുന്നത്. എന്നിട്ടോ ആ സീലിയറി ബോഡിന്ന് സസ്പെൻസറി ലിഗമെന്റ്സ്, അതിന്മേൽ ലിഗമെന്റ്സ് ഉണ്ടാവും. ആ ലിഗമെന്റ്സിൽ എന്തുണ്ട്? ലെൻസ് ഉണ്ട്. Lens are formed of transparent living cells. പിന്നെയോ ലെൻസിന്റെ ഫ്രണ്ടിലായിട്ട് സീലിയറി ബോഡി എന്തായിട്ട് മാറും? പിന്നെ ഐറിസ് ആയിട്ട് മാറും. ഐറിസ് കളേർഡ് പാർട്ട് മേ ബി ബ്രൗണിഷ്, ബ്ലാക്കിഷ്, ബ്ലൂയിഷ് എക്സെട്ര. ആൻഡ് ഐറിസിന്റെ സെന്ററിൽ ഒരു ഓപ്പണിംഗ്, അതിനാണ് പ്യൂപ്പിൾ എന്ന് പറയാം. ഇത്രയും മോഡിഫിക്കേഷൻസ് കോറോയിഡിൽ നമുക്ക് കോർണിയന്റെ പിന്നിലായിട്ട് കാണാൻ പറ്റും. ദെൻ ദി തേർഡ് ലെയർ ഈസ് കോൾഡ് റെറ്റിന. മൂന്നാമത്തെ ലെയറിനാണ് എന്ത് പറയാ? റെറ്റിന. അപ്പൊ ഇതിന്റെയും ബാക്കിൽ ഇനിയും ഒരു ലെയർ. ദാറ്റ് ലെയർ ഈസ് കോൾഡ് റെറ്റിന. ദിസ് റെറ്റിന കൺസിസ്റ്റ്സ് ഓഫ് 3 layers. റെറ്റിനയിൽ നമുക്ക് 3 ലെയർ കാണാൻ പറ്റും. ദേ ആർ ദി photosensitive layer or formed of photosensitive cells. Photosensitive cells കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലെയർ. Then second is the bipolar layer. നേരത്തെ നമ്മൾ കേട്ടതാ ബൈപോളാർ ന്യൂറോൺ. ആ ബൈപോളാർ ലെയർ ഉണ്ടാവും. ആൻഡ് തേർഡ് ഈസ് ഗാംഗ്ലിയോൺ ലെയർ. ഇങ്ങനെ 3 ലെയർ റെറ്റിനയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ റെറ്റിനയിലെ 3 ലെയർ അറിഞ്ഞിരിക്കണം. ഫോട്ടോസെൻസിറ്റീവ് ലെയർ, ബൈപോളാർ ലെയർ ഓർ ഗാംഗ്ലിയോൺ ലെയർ. ഓർ റെറ്റിന ഈസ് ഫോംഡ് ഓഫ് 3 layers formed of the cells, photosensitive cells, bipolar cells and ganglion cells. This photosensitive layer consists of 2 types of cells. 2 തരം സെൽസ് ഫോട്ടോസെൻസിറ്റീവ് ലെയറിൽ കാണാൻ പറ്റും. ദേ ആർ ദി കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. ഒക്കെ പഠിച്ചതാ, കോൺ സെൽസും റോഡ് സെൽസും അല്ലേ? കോൺ സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ വിഷൻ ഇൻ ദി ഡേ ലൈറ്റ്, നോൺ ആസ് photopic vision, and it is again responsible for color vision. Then rod cells are responsible for vision into light or dim light, known as scotopic vision. അപ്പോൾ കോൺ സെൽസ് എന്തിന് കാരണമാവും? ഫോട്ടോപ്പിക് വിഷനും കളർ വിഷനും. എന്നാൽ റോഡ് സെൽസ് എന്തിനാണ് സഹായിക്കുക? സ്കോട്ടോപ്പിക് വിഷൻ അല്ലെങ്കിൽ വിഷൻ ഇൻ ഡിം ലൈറ്റ്. ഇത്രയാണ് അതിൽ അറിയേണ്ടത്. Then these photosensitive cells possess the photosensitive pigments. In rod cells there is a photosensitive pigment known as rhodopsin, which is a derivative of vitamin A. Vitamin A യുടെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള റോഡോപ്സിൻ റോഡ് സെൽസിൽ കാണാൻ പറ്റും. Then there are 3 types of
കോൺസെൽസ്. കോൺസെൽസുകൾ 3 വിധമുണ്ട്. They are the corn cells controlling the basic colors, that is red, green and blue. So there are red corn cells, green corn cells and blue corn cells, and these corn cells are responsible for these 3 basic color vision. Then the percentage of these cells sensitized determine the other different shades. ബാക്കിയുള്ള കളറുകളൊക്കെ നമ്മൾ കാണുന്നത് ഈ 3 ബേസിക് കോൺസെല്ലുകൾ എത്രമാത്രം സെൻസിറ്റീവായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. When the 3 are sensitized in equal form, then we have the white color. ആ 3 എണ്ണം ഈക്വലായിട്ട് പെർഫോമൻസ് ചെയ്താൽ നമുക്ക് വൈറ്റ് കളറായിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ. ദെൻ ഇൻ ദി റെറ്റിന ദി നെർവ് ഫൈബേഴ്സ് ആർ അറൈസിങ്. ഇവിടുന്നാണ് നെർവ് ഫൈബേഴ്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അറ്റ് ദി സ്പോട്ട് ഫ്രം വെയർ നെർവ് ഫൈബർ നോൺ ആസ് ദി ഓപ്റ്റിക് നെർവ് ഈസ് അറൈസിങ്, ദർ ഈസ് നോ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. ആ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് റോഡ് സെൽസും കോൺ സെൽസും ഇല്ല. അതുകൊണ്ട് അവിടെ ഇമേജ് ഫോം ചെയ്താൽ വസ്തുക്കളെ കാണാൻ പറ്റൂല. സോ ദാറ്റ് സ്പോട്ട് ഈസ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട്. പഠിച്ചതാ അല്ലേ? അതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. നിയർ ടു ദി ബ്ലൈൻഡ് സ്പോട്ട് ദർ ഈസ് അനദർ യെല്ലോയിഷ് സ്പോട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു യെല്ലോ കളേർഡ് സ്പോട്ട് ഉണ്ട്. And that yellow colored spot is called macula lutea. എന്താ അതിന് പറയാ? macula lutea. macula lutea എന്ന് പറയും. In that macula lutea there is a pit. ആ macula lutea എന്ന് പറയുന്ന സ്പോട്ടിൽ ഒരു ചെറിയ കുഴിയുണ്ട്. And it is called fovea or yellow spot. അതിനാണ് fovea അല്ലെങ്കിൽ yellow spot എന്ന് പറയാ. And that fovea or yellow spot contain mainly the corn cells, so vision is very clear in fovea or yellow spot. അതുകൊണ്ട് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വിഷൻ നമുക്ക് കാണുക ആ ഫോവിയയിലെ ആയിരിക്കും. Then the space inside the eye is separated into 2 by the lens. The space between the lens and the cornea is called aqueous chamber and is filled with a watery liquid known as aqueous humor. In the same way, the space between lens and retina is called vitreous chamber and it is filled with a jelly substance known as vitreous humor. നിങ്ങൾ പഠിച്ചതാണ്. So this is the structure of eye. ഇതിൽ നിങ്ങൾ എന്തൊക്കെ അറിയണം? ഇത്രയും പാർട്ടൊക്കെ അറിയും അല്ലേ? പ്രത്യേകമായിട്ട് അറിയേണ്ടത് റെറ്റിനയുടെ 3 ലെയർ, അതിലെ 2 തരം സെൽസ്, അതിൽ ഫോട്ടോപ്പിക് വിഷൻ, സ്കോട്ടോപ്പിക് വിഷൻ, അതേപോലെ കളർ വിഷൻ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെൽസ് ഏതാണ് എന്ന്. പിന്നെ എന്താണ് ഫോവിയ, എന്താണ് മക്യുള ലൂട്ടിയ, എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ അറിയുന്നതാണ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ഐ. ദെൻ സ്ട്രക്ചർ ഓഫ് ഇയർ. ദിസ് ഈസ് ഓൾസോ യു ഹാവ് സ്റ്റഡീഡ് ഇൻ ദി 10th class. Ear is also divided into external ear, middle ear and internal ear. The external ear is the visible part of ear containing the ear pinna and external auditory meatus or the ear canal. Ear pinna is for collecting and directing the sound waves coming through the air. എയറിലൂടെ വരുന്ന സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത്
ചെവിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുക എന്ന റോളാണ് ഇയർ പിന്നൊക്കെയുള്ളത്. ദെൻ വാട്ട് ഈസ് ഓഡിറ്ററി മീറ്റസ്? ദിസ് ഈസ് ദി ട്യൂബ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഇയർ പിന്ന ടുവേർഡ്സ് ദി ഇയർ ഡ്രം ഫോർ കണ്ടക്ടിങ് ദി സൗണ്ട് വേവ്സ് ഫ്രം ear pinna into tympanum or eardrum. Then the skin of ear pinna and auditory meatus possess small hairs and also the glands for the production of ear wax for preventing the entry of dust particles, small creatures, etc. Then the external ear, auditory meatus, end in tympanum or eardrum. This eardrum or tympanum is the border of both the external and middle ear, and it consists of 3 layers. Tympanathil 3 layers ulladu. It is mainly formed of the connective tissue കൊണ്ട് ഉണ്ടാക്കിയത്. But externally it possesses the skin, and the inner side it possesses the mucous membrane. So tympanum is formed of connective tissue, but into the outer part it is covered by the skin, and in the inner part it is covered by the mucous membrane, and it produces vibrations according to sound waves. Sound waves അനുസരിച്ച് വൈബ്രേഷൻസ് ഉണ്ടാക്കുക എന്നതാണ് ടിംപാനത്തിൻ്റെ റോള്. ദെൻ ദി സെക്കൻഡ് ഈസ് മിഡിൽ ഇയർ. Middle ear possesses a cavity known as middle ear cavity, and it is a closed cavity filled with air. And in the middle ear there are 3 small bones called ear ossicles. The 3 ear ossicles are malleus, ingus, and stapes. They are named according to their shape. And these ear ossicles, malleus, ingus, and stapes, they conduct the vibrations. They amplify the vibrations and conduct from tympanum into oval window of the inner ear. So this is ear ossicles. Malleus is touching with the tympanum and ingus. Stapes is touching with the oval window and ingus. Ingus is between the malleus and stapes. Then from the middle ear cavity there is a tube opening into the pharynx known as Eustachian tube, which control the pressure on the 2 sides of the tympanum equal for its free vibrations. ടിംപാനം ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 ഭാഗത്തുമുള്ള പ്രഷർ തുല്യമാക്കുക എന്നതാണ് യൂസ്റ്റേക്കിയൻ ട്യൂബിൻ്റെ ഫങ്ഷൻ. ദെൻ തേർഡ് ഈസ് ഇന്നർ ഇയർ. Inner ear. Inner ear consists of irregular shaped structures filled with fluid known as labyrinth. ഈ ടേം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, അങ്ങനെ പഠിക്കണം. ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത ഷേപ്പുള്ള ലിക്വിഡ് നിറഞ്ഞു നിൽക്കുന്ന സ്പേസുകളാണുള്ളത്. ആ സ്പേസുകൾക്കാണ് ലാബിരിന്ത് എന്ന് പറയാം. ദീസ് ലാബിരിന്ത് ആർ 2 types. 2 തരം ലാബിരിന്ത് ഉണ്ട്. ദേ ആർ ദി ബോണി ലാബിരിന്ത് ആൻഡ് മെംബ്രൈനസ് ലാബിരിന്ത്. അത് ബോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിന് ബോണി ലാബിരിന്ത് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ തന്നെ മെംബ്രൈൻ കൊണ്ടുള്ള ക്യാവിറ്റി ഉണ്ടാവും, അതിന് മെംബ്രൈനസ് ലാബിരിന്ത് എന്ന് പറയും. Bony labyrinth is filled with a liquid known as perilymph. അതിലെന്താ പറഞ്ഞത്? പെരിലിംഫ്. മെംബ്രൈനസ് ലാബിരിന്തിലോ എൻഡോലിംഫ്. So bony labyrinth is filled with perilymph and membranous labyrinth is filled with endolymph. Then there are different labyrinth in the inner ear.
ഇനി നമുക്ക് ആ ഇന്നർ ഇയറിലെ വ്യത്യസ്തമായ ലാബിരിന്തുകളെ കുറിച്ച് പഠിക്കണം. വൺ ഈസ് ദി കോക്ലിയ. ദിസ് ഈസ് ദി ലാബിരിന്ത് which is coiled like the shape of a conch shell. ഒരു കോയിൽഡ് ഷെല്ലിന്റെ ആകൃതിയിലുള്ള ലാബിരിന്തിനാണ് കോക്ലിയ എന്ന് പറയുക. ദിസ് ലാബിരിന്ത് പൊസസ് ബോത്ത് ബോണി ലാബിരിന്ത് ആൻഡ് മെംബ്രൈനസ് ലാബിരിന്ത്. ഇപ്പൊ ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരു കോയിൽഡ് പാർട്ടായത്. അപ്പൊ ഇത് ബോൺ കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതേപോലെ തന്നെ എന്തുകൂടെ ഉണ്ടാവും? മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയതും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കോക്ലിയ പൊസസ് ബോത്ത് ബോണി ലാബിരിന്ത് ഫിൽഡ് വിത്ത് പെരിലിംഫ് ആൻഡ് membranous labyrinth filled with endolymph. Then the space inside the labyrinth of cochlea is divided into 3 by 2 membranes. ഇതിന്റെ ഉള്ളിൽ 2 മെംബ്രെയിൻ ഇതിലെ സ്പേസിനെ 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. The membranes are Reissner's membrane, Reissner's membrane and basilar membrane. Reissner's membrane and basilar membrane divide the cochlea into 3 spaces. ഇനി നമുക്ക് കോക്ലിയയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ്. ഇതിൽ there is a membrane known as Reissner's membrane and a second membrane is called basilar membrane. Divide the space inside the cochlea into 3. The upper one is called scala vestibuli. എന്താ പറയാ? Scala vestibuli, vestibular chamber. Then the lower one is called scala tympani, tympanic chamber. And the middle one is called scala media. എന്താ പറയാ? Scala media or middle chamber. The scala vestibuli and scala tympani are filled with perilymph, and scala media is filled with endolymph. This scala vestibuli open into middle ear. ഇവിടെ മിഡിൽ ഇയർ ഉള്ളത്. ത്രൂ ആൻ ഓവൽ വിൻഡോ. ഇവിടെ ഒരു ഓവൽ വിൻഡോ. ആൻഡ് സ്കാല ടിംപാനി ഓപ്പൺ ഇൻ ടു മിഡിൽ ഇയർ ത്രൂ എ റൗണ്ട് വിൻഡോ. ഇവിടെ ഒരു റൗണ്ട് വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു ഓവൽ വിൻഡോ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ലിക്വിഡ് ആണ് അല്ലേ? പെരിലിംഫ്, എൻഡോലിംഫ്, പെരിലിംഫ്. Then on the basilar membrane there is a special structure known as organ of Corti. പഠിച്ചിട്ടുണ്ടാവും അല്ലേ? Which help for hearing the sound. ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ബേസിലാർ മെംബ്രെയിനുണ്ട്. അതിനാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയാം. സിമ്പിൾ സ്ട്രക്ചറാണ്. ദിസ് ഓർഗൻ ഓഫ് കോർട്ടി കൺസിസ്റ്റ് ഓഫ് സെൻസിറ്റീവ് ഹെയർ സെൽസ്. ഇതിമേ സെൻസിറ്റീവ് ഹെയർ സെൽസിന്റെ ഒരു നിര കാണാൻ പറ്റും. ദർ ഇസ് എ റോ ഓഫ് സെൻസറി ഹെയർ സെൽസ് ആൻഡ് ദീസ് സെൻസറി ഹെയർ സെൽസ് possess സ്റ്റീരിയോ സീലിയ ഓൺ their ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ നിറച്ച് ചെറിയ സീലിയ ഉണ്ട്. ആൻഡ് ഫ്രം their ബേസ് ദി നെർവ് ഫൈബർ ഈസ് അറൈസിങ്. ബേസിൽ നിന്ന് എഫറന്റ് ഫൈബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഒരു സ്ട്രക്ചർ. എ റോ ഓഫ് സെൻസറി ഹെയർ സെൽസ് വിത്ത് സ്റ്റീരിയോ സീലിയ ഇൻ ദിയർ ഫ്രീ എൻഡ് ആൻഡ് അഫറന്റ് ഫൈബേഴ്സ് അറൈസിങ് ഫ്രം ദി ബേസ്. Then overhanging to this there is a membrane. അതിൻ്റെ മുകളിൽ ഒരു മെംബ്രെയിൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ് ടെക്ടോറിയൽ മെംബ്രെയിൻ. എന്താ പറയുക? ടെക്ടോറിയൽ മെംബ്രെയിൻ.
This tectorial membrane with the row of sensory hairs is responsible for hearing the sound, and it is called organ of Corti. So this is the structure of cochlea. So cochlea adile organ of Corti. ആ organ of Corti സെൻസറി ഹെയർ സെൽസും ടെക്ടോറിയൽ സെൽസും. ഈ കോക്ലിയയെ 3 പാർട്ടാക്കി തിരിച്ചു. ഏതൊക്കെയാ? സ്കാല വെസ്റ്റിബ്യൂളൈ, സ്കാല മീഡിയ, സ്കാല ടിംബാനൈ. ആരാണ് അങ്ങനെ 3 ഗ്രൂപ്പായി തിരിച്ചത്, 3 പാർട്ടാക്കി? 2 മെംബ്രെയിൻ. ഏതൊക്കെയാണ് മെംബ്രെയിൻ? റൈസിനേഴ്സ് മെംബ്രെയിൻ, ബേസിലാർ മെംബ്രെയിൻ. ഇതാണ് കോക്ലിയയുടെ സ്ട്രക്ചർ. Then again in the inner ear there are some other labyrinth. Above the cochlea there is another labyrinth known as the vestibular apparatus. ഇനി ഇന്നർ ഇയറിൽ കാണുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. This is present above the cochlea and it is responsible for balancing the body. ഇയറിന് 2 ഫംഗ്ഷൻ ഉള്ളത് അറിയാലോ അല്ലേ? അതിലെ രണ്ടാമത്തെ ഫംഗ്ഷനായ ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഇന്നർ ഇയറിലെ പാർട്ടിനാണ് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്ന് പറയാം. This vestibular apparatus consists of 3 semicircular canals. അതിലെന്താണ്? 3 semicircular canals, and the 3 semicircular canals are placed perpendicular to each other. ആ 3 എണ്ണവും 90 ഡിഗ്രിയിലാണ് അറേഞ്ച് ചെയ്തത്. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റത് അതിൻ്റെ 90 ഡിഗ്രി. മൂന്നാമത്തത് അപ്പം എങ്ങനെയായിരിക്കും? നേരെ ഇങ്ങനെയായിരിക്കും. 3ഉം 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. Then the semicircular canals also possess both the bony labyrinth filled with perilymph and membranous labyrinth filled with endolymph. The base of the 3 semicircular canals are swollen. അപ്പം semicircular canal ഒരെണ്ണം ഇങ്ങനെ, രണ്ടാമതൊരെണ്ണം ഇങ്ങനെ, മൂന്നാമതൊരെണ്ണം നേരെ ഇതിൻ്റെ ഇങ്ങനെ. ഇനി ഇതിൻ്റെ ബേസ് നോക്കിയാൽ ഇങ്ങനെ സ്വള്ളനായിട്ടാണ് ഉണ്ടാവുക. ദാറ്റ് സ്വള്ളൻ പാർട്ട് ഓഫ് സെമിസർക്കുലർ കനാൽസ് ആർ കോൾഡ് ആംപുള്ള. അതിനെന്ത് പറയും? ആംപുള്ള എന്ന് പറയും. ദാറ്റ് ആംപുള്ള പൊസസ് എ റിഡ്ജ്. അതിൻ്റെ ഉള്ളിൽ ഒരു റിഡ്ജ് ഉണ്ട് ഇങ്ങനെ. And that ridge is called crista ambullaris. എന്താ പറയുക? crista ambullaris. This crista ambullaris possess tuft of sensory hairs. ഈ crista ambularisil നിറച്ച് സെൻസറി ഹെയേഴ്സ് കാണാൻ പറ്റും. അവരാണ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നിലനിർത്തുന്ന സ്ട്രക്ചേഴ്സ്. crista ambularis. So this is the 3 semicircular canal. Then vestibular apparatus also possess the second structure called otolith. അതിലെ രണ്ടാമത്തെ പാർട്ടിനാണ് otolith എന്ന് പറയാം. That otolith possess a utricle and saccule. ഓട്ടോലിത്തിൽ വരുന്നതാണ് യൂട്രിക്കിളും സാക്യൂളും. ദിസ് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ possess again a ridge and that ridge is called macula. അതിൻ്റെ ഉള്ളിൽ കാണുന്ന റിഡ്ജിനാണ് macula എന്ന് പറയുക. That macula also possess sensory hairs for controlling the body balance. Thus the crista ambularis and macula control the body balance. So this is the structure of ear. So in the structure of ear you have to know the structure of inner ear. അവിടെ ഇന്നർ ഇയറിലെ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.
ഇന്നർ ഇയറിൽ ഇറഗുലർലി ഷേപ്പ്ഡ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അത് ബോൺ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ബോണി ലാബിരിന്ത്, അതിനുള്ളിൽ തന്നെ മെംബ്രൈനസ് കൊണ്ടുള്ള ഓരോ കാവിറ്റികളുണ്ട്, അതിന് മെംബ്രൈനസ് ലാബിരിന്ത്. ബോണി ലാബിരിന്തിൽ പെരിലിംഫ്, മെംബ്രൈനസ് ലാബിരിന്തിൽ എൻഡോലിംഫ്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് നിറഞ്ഞു. അങ്ങനെയുള്ള ഇന്നർ ഇയറിനെ 2 പാർട്ടാക്കി തിരിച്ചു. കോക്ലിയ ഫോർ ഹെൽപ്പിംഗ് ദി ഹിയറിംഗ് ദി സൗണ്ട് ആൻഡ് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് ഫോർ കൺട്രോളിംഗ് ദി ബോഡി ബാലൻസ്. അതിലെ കോക്ലിയയിൽ പ്രത്യേകമായി കാണുന്ന സ്ട്രക്ചറിനാണ് ഓർഗൻ ഓഫ് ക്വാർട്ടി. അതേപോലെ വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസിൽ പ്രത്യേകമായി കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് ക്രിസ്റ്റ ആംബുലാരിസും മക്യുളയും. ഈ വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസിൽ 3 സെമി സർക്കുലാർ കനാലും ഓട്ടോലിത്തും. ഓട്ടോലിത്തിൽ 2 ഇറഗുലർലി ഷേപ്പ്ഡ് കാവിറ്റി യൂട്രിക്കിളും സാക്യൂളും. ഇത്രയാണ് ഇന്നർ ഇയറിന്റെ സ്ട്രക്ചർ. സോ ദിസ് ഈസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ഇയർ ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദി ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, താങ്ക് യു.